പണ്ട് പണ്ട് കാട്ടിൽ തന്ത്രശാലിയായ ഒരു കുഞ്ഞിക്കിളി ഉണ്ടായിരുന്നു. ഒരു ദിവസം കുഞ്ഞിക്കിളി കാട്ടിലൂടെ പോകുമ്പോൾ വിശന്നിരിക്കുന്ന കാട്ടുരാജാവിനെ കണ്ടുമുട്ടുന്നു. ഓ, വിശന്ന് വലഞ്ഞിരിക്കുകയായിരുന്നു. കുഞ്ഞിക്കിളി, ഇന്ന് നിന്നെ തിന്നാനാണ് യോഗം. അങ്ങനെ ബുദ്ധിശാലിയായ കുഞ്ഞിക്കിളി രക്ഷപ്പെടാൻ വേണ്ടി ഓരോ സൂത്രങ്ങൾ ഒപ്പിക്കുന്നു. അയ്യോ, രാജാവ് എന്നെ ചിന്നും, ഇതിൽ നിന്നും രക്ഷപ്പെടണമല്ലോ. അയ്യോ രാജാവേ, എന്നെ ചിന്നിച്ച് എന്ത് കിട്ടാനാ? നമ്മുടെ ഭീമൻ കരുതി ഉണ്ടല്ലോ, ആളാണെങ്കിൽ ഒരു മഞ്ചനാണ്. അവനെ ഞാൻ പറഞ്ഞു വിടാം. ഓഹോ, ഇത് നീ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള നിന്റെ കുതന്ത്രമല്ലേ? അയ്യോ അല്ല രാജാവേ, അങ്ങനെ രാജാവിനെ പറ്റിച്ച് എനിക്ക് കാട്ടിൽ നടക്കാൻ പറ്റുമോ? ആ പേടി ഇരിക്കട്ടെ. ശരി, വേഗം ചെന്നിട്ട് ആ ഭീമൻ കരടി ഇങ്ങോട്ട് പറഞ്ഞയക്ക്. എനിക്ക് വിശന്നിട്ട് വയ്യ. തന്റെ സൂത്രം ഉപയോഗിച്ച് കുഞ്ഞിക്കിളി രാജാവിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു. പോകുന്ന വഴിയിൽ കുഞ്ഞിക്കിളി ഭീമൻ കരടിയെ കാണുന്നു. അങ്ങനെ കുഞ്ഞിക്കിളി ഇവിടെയും സൂത്രം ഉപയോഗിച്ചു. ഭീമ, നിന്നെ കാട്ടുരാജാവ് തിരക്കുന്നുണ്ടല്ലോ. ഓ, ആണോ? അതെ അതെ. എന്താണാവോ കാര്യം? നിന്റെ മിടുക്കും ശക്തിയും രാജാവിനെ ബോധിച്ചു. അതുകൊണ്ട് നിന്നെ അടുത്ത കാട്ടുരാജാവാക്കാനാണ് രാജാവിന്റെ തീരുമാനം. ഓ, അതെ അതെ, എനിക്ക് കുറച്ച് ബുദ്ധി കൂടുതലാണെന്ന് പണ്ടേ എനിക്കറിയാമായിരുന്നു. ശരി, ഞാൻ ഗുഹയിലേക്ക് ചെല്ലട്ടെ. അങ്ങനെ കുഞ്ഞിക്കിളിയുടെ വാക്കും കേട്ട് ഭീമൻ ഗുഹയിലേക്ക് ചെല്ലുന്നു. പോകുന്ന വഴിയിൽ ഭീമൻ തന്റെ സുഹൃത്തിനെ കണ്ടുമുട്ടുന്നു. ആ ഭീമ, സുഖമല്ലേ? കുറെ കാലമായല്ലോ കണ്ടിട്ട്. എങ്ങോട്ടാണാവോ ഈ പോക്ക്? നീ ഒന്നും അറിഞ്ഞില്ലേ? കാട്ടിലെ അടുത്ത രാജാവ് ഞാനാ. അല്ല, നീ എന്തൊക്കെയാ ഈ പറയുന്നേ? ആ, അത് സത്യമാണ്. എന്നെ കാട്ടിലെ അടുത്ത രാജാവാക്കാൻ സിംഹരാജാവ് അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഓ, നിന്നോട് ആരാ ഇത് പറഞ്ഞത്? അത് നമ്മുടെ കുഞ്ഞിക്കിളിയാ പറഞ്ഞ. എടാ മണ്ടച്ചാരെ, കുഞ്ഞിക്കിളിയാള് മിടക്കനാ. ഇതിലെന്തോ ചതയുണ്ട്. സൂക്ഷിച്ചാൽ നിനക്ക് കൊള്ളാം. ആണോ? അതെ. എന്തായാലും നിന്റെ കൂടെ ഞാനും വരാം. ശരി, എന്നാൽ നീയും എന്റെ കൂടെ വാ. അങ്ങനെ ഭീമനും സുഹൃത്തും സിംഹരാജാവിന്റെ ഉദ്ദേശം അറിയാൻ അങ്ങോട്ട് ചെല്ലുന്നു. എടാ ഭീമ, രാജാവ് അവിടെ നിൽക്കുന്നുണ്ട്. നീ ഒന്നും പറയണ്ട. എന്റെ കയ്യിൽ ഒരു തന്ത്രമുണ്ട്. 12 seconds later. രാജാവേ, ഭീമനെ ഭക്ഷിക്കാനല്ലേ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? പക്ഷേ ഭീമനൊരു മാരക അസുഖമുണ്ട്. രാജാവ് അവനെ ഭക്ഷിച്ചാൽ രാജാവിനും ആ അസുഖം വരും. ഞങ്ങൾ പുറത്തു പോയിട്ട് ഒരാനയെ പറഞ്ഞയക്കാം. അതാകുമ്പോൾ രാജാവിന് 2 ദിവസം വെച്ച് കഴിക്കാം. ഓ, അസുഖമുണ്ടെങ്കിൽ എനിക്ക് വേണ്ട. ശരി, എന്നാൽ പോയിട്ട് ആനയെ വേഗം വരാൻ പറയൂ. ശരി രാജാവേ. ഇത് കേട്ടതും ഭീമനും സുഹൃത്തും അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. എടാ, നീ ഇല്ലായിരുന്നെങ്കിൽ കാട്ടുരാജാവ് എന്നെ തട്ടിയേനെ. എടാ ഭീമ, ഇനിയെങ്കിലും കുറച്ച് ബുദ്ധിയൊക്കെ ഉപയോഗിക്കും. അങ്ങനെ രാജാവിന്റെ കയ്യിൽ നിന്നും തന്ത്രപൂർവം അവർ 2 പേരും രക്ഷപ്പെട്ടു.